രണ്ട് ഫേസ് ഉണ്ട് മോനെ. ഇപ്പം ഇപ്പൊ കിച്ചുവിനെ എനിക്ക് രണ്ട് ഫേസ് ഉണ്ട്. ഇരിക്കുന്ന ഞാനല്ലേ. അല്ല അതെ, ഇപ്പൊ എനിക്ക് മോനെ, എനിക്ക് ഇറക്കി വിടാൻ പോരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ. ാക്കിയോ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ മുൻ ബിഗ് ബോസ് താരവും എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ. എനിക്ക് ഹായ് ഗൈസ്, ഞാനൊരു അത്യാവശ്യമായിട്ട് പുറത്തോട്ട് വന്നതാണ്. അതാണ് കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചെറിയൊരു ചേഞ്ച്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് രേണുസുതിയാണ്. വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ഇൻ്റർവ്യൂ ആയിട്ട് രേണുസുതി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് വയ്യാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പുള്ളിക്കാരുടെ കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു 10-25 മിനിറ്റ് ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു 5-6 മിനിറ്റ് ആയിരിക്കും പുള്ളിക്കാരുടെ ഒരു കീമോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ബാക്കിയുള്ള 15-20 മിനിറ്റോളം പുള്ളിക്കാരി ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംസാരിക്കുന്നത് കിച്ചുവിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളും കൊല്ലം സുധിയുടെ വീട്ടുകാരെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരി അവിടെ സംസാരിക്കുന്നത്. നമ്മൾ ഇതാണ് എടുത്തു വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ്. ഇതെന്തിനാണ് ഇവിടെ എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളുണ്ട് റീസെൻ്റ്ലി വന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പാടുണ്ടോ, റിയാക്ഷൻ വീഡിയോ ചെയ്തത് മഹാപരാധമല്ലേ, റിയാക്ഷൻ വീഡിയോ നമ്മളൊന്നും കാണത്തേ ഇല്ല. ഇവിടെ കാണത്തില്ല, നീക്ക് എന്തിനാടാ ഇത് വന്ന് കാണുന്നത്, നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചിട്ട് നീയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് വിട്ടിട്ട് നീയൊക്കെ പോകും. കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർ വന്ന് ഈ റിയാക്ഷൻ വീഡിയോ കണ്ടോളൂ. റിയാക്ഷൻ വീഡിയോ കണ്ട് ഓ എടാ വയ്യ നീ ഒന്നും കാണണ്ട, നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഓക്കെ ഒന്ന് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. എന്താണെങ്കിലും പുള്ളിക്കാരി പബ്ലിക്കിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് നമ്മുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. താല്പര്യമില്ലാത്ത ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ നിന്ന് നിങ്ങൾ സ്കിപ്പ് അടിച്ച് വെക്കൂ, ബ്ലോക്ക് ചെയ്ത് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് വിട്ടേക്കുക. ഓക്കെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിനകത്തോട്ട് പോകാം. ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അടുത്ത കുറ്റം നമുക്ക് അടങ്ങിയിരിക്കാൻ മേലെ ഇവിടെ എന്തിനാണ് റീൽ ചെയ്യുന്നത്? അപ്പൊ ഞാൻ മാത്രം സന്തോഷിച്ചാൽ പാടില്ലെന്നാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ക്യാൻസർ വന്നൊരു പേഷ്യന്റ്, അവർക്ക് സന്തോഷിക്കാൻ പാടില്ല, ഒരു റീൽ ചെയ്യാൻ പാടില്ല, ഒന്ന് ചിരിക്കാൻ പാടില്ല, ഒന്ന് ലിപ്സ്റ്റിക് വേണ്ട, ഒന്ന് ഒരുങ്ങാൻ പാടില്ലേ? ബാക്കി ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, റീൽ ചെയ്യുന്ന ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, സന്തോഷിക്കണം, നിങ്ങൾ ഒരിക്കലും ഡൗൺ ആകരുത്, എത്രത്തോളം അവരെ സന്തോഷിപ്പിക്കാവോ അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞവര് രേണുസുതിയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കുറ്റമില്ല. അതിന് രേണുവൊക്കെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരി കിടക്കുന്ന സമയത്തേക്ക് വീണ്ടും ഫോൺ എടുത്തിട്ട് കിച്ചുവിനെ പറ്റിയിട്ടുള്ള നിങ്ങൾ അങ്ങോട്ട് കിട്ടുന്ന മകനും അമ്മയും തമ്മിലുള്ള റിവഞ്ച് മൂഡ് സാധനങ്ങൾ അടിക്കാനും നിങ്ങൾ കുറേ വീണ്ടും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ പോലും ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിന് ആൾക്കാർ അത് പറയൂലേ? പിന്നെ നിങ്ങൾ ഇപ്പം ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് സമാധാനത്തെ പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ സന്തോഷങ്ങളാണ്, നിങ്ങൾക്ക് സന്തോഷം റീൽ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഹാപ്പി ആയിട്ടിരിക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് പടച്ചു വിടുന്നുണ്ടല്ലേ ആൾക്കാർ ആ രീതി പറയണേ. ഒരു സ്ത്രീ ഉണ്ട്, അവരെപ്പോഴും ചേച്ചിയുടെ കണ്ടന്റ് എടുത്തിട്ടാണ് അവര് അത് എനിക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ ഒരു വ്ലോഗ് ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട്. ഇവരുടെയൊക്കെ അതായത് ലിറ്ററലി ചേച്ചിയുടെ കണ്ടന്റ് വെച്ചിട്ട് റീച്ച് ആകുകയും ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ആ ഒരു കണ്ടന്റ് റീച്ച് ആക്കിയിട്ട് എന്താണ് അവർക്ക് ഇതിനകത്തൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ പൈസയാണ് കിട്ടുന്നത്. 68 ലക്ഷം രൂപയോളം ആ സ്ത്രീ ഉണ്ടാക്കിയെന്നാണ് ഞാൻ തെളിവ് സഹിതം പറഞ്ഞ ഒരു കാര്യം. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ വെച്ചിട്ട് 68 ലക്ഷം, പിന്നെ അവരെന്നെ വെറുതെ വിടുവോ? എനിക്ക് തോന്നില്ല. അത് ഇവിടെ ഷെഫി നബിയുടെ കാര്യമാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് രേണുസുധീനെ വെച്ച് മാത്രം 68 ലക്ഷം രൂപയോളം കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. വെറുതെയാണ് ഗൈസ്, അത്രയൊന്നും കിട്ടത്തില്ല കേട്ടോ. കാര്യം കൂടിപ്പോയ രേണുസുധി റിലേറ്റഡ് കോണ്ടന്റുകൾ ചെയ്തിട്ട് ഒരു 6 ലക്ഷമോ 8 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം കൂട്ട് 10 ലക്ഷം ഒരു എൻറ്റയർ വീഡിയോസ് രേണുസുധി റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് ചിലപ്പോൾ കിട്ടി എന്നുള്ളത് വന്നേക്കാം. പക്ഷെ 68 ലക്ഷം രൂപയൊക്കെ അതൊക്കെ ചുമ്മാ തള്ളാണ് ഗൈസ്. അങ്ങനെ അത്രയൊന്നും കിട്ടുമൊന്നുമില്ല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ മനുഷ്യത്വരഹിതമാണെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ അടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ഈ പുള്ളിക്കാരി ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്തു. മനുഷ്യത്വരഹിതമാണ് ഞാൻ ഈ ചോദിക്കുക എന്നുള്ളത് അറിയാം. എന്നിട്ട് പിന്നെ പുള്ളിക്കാരിയുടെ ജോലിയാണ്. രേണുസുധിയും ഇതിന് ഓക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. അവിടുത്തെ ചാനലിന്റെ ഹെഡായിട്ടുള്ള ക്രിയേറ്റർ ഹെഡ് എന്താണെങ്കിലും പുള്ളിക്കാരിയുടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു ചോദ്യം ചോദിക്കണം, കോൺട്രവേഴ്ഷ്യൽ ആവണം. രേണുസുധി എടുത്തും ചോദിക്കുന്ന സമയത്തേക്ക് രേണുസുധി അത് ഓക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. ഒരു പോസ്റ്റർ, ഒരു തംബ്നെയിൽ കാണിക്കാം. ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് ആ തംബ്നെയിൽ വരുന്നത്. ഇതിനകത്ത് വരുന്നത് ചേച്ചിയുടെ പടവും വെച്ചിട്ടുണ്ട്, കിച്ചുവിന്റെ പടവും വെച്ചിട്ടുണ്ട്, പിന്നെ ആ വ്ളോഗറുടെ പടവും വെച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈറ്റപ്പ് ഇത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടന്റ് ഇതാണ്: ഗർഭമാക്കിയോ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ മുൻ ബിഗ് ബോസ് താരവും എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ. ഞാൻ ഫ്രണ്ടെന്ന് കരുതിയ ഒരാൾ എന്നെപ്പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഞാൻ
സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുക എന്ന് കരുതരുത്, ഞാനത് സംസാരിക്കട്ടെ. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി, അബോർഷനാക്കി എന്ന് പറയുന്നത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ഈ വൃത്തികെട്ട ഈ വ്ളോഗർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? അതിന്റെ ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ആണ്ട്രാ ചിരിച്ചുകൊണ്ട് അതിന് റെസ്പോണ്ട് ചെയ്യണ്. സാധാരണ പുള്ളിക്കാരുടെ സ്വന്തം മകൻ പോട്ടെ, സ്വന്തം വേണ്ട, ഇപ്പൊ രണ്ടാനമ്മ എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നോട്ടെ, ഇങ്ങനെ ആ ഒരു വ്യക്തിയായിട്ട് ഇതുപോലെ ഇത്തരത്തിലുള്ള സംഭവം വരുമ്പോഴത്തേക്കിന് അതിനെ പറ്റിയൊരു ചോദ്യം കേൾക്കുമ്പോൾ അതിനെ ചിരിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രേണുസുധിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആരുടെ അടുത്തെങ്കിലും ആണ് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാണ്, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? അപ്പൊ ഇതെന്താണ് പുള്ളിക്കാരി ശരിക്കും ഇവിടെ ഉദ്ദേശിച്ചത്? ഇവർ രണ്ടുപേരും കൂടെ മീൻസ് ഓൾറെഡി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ള ചിലപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ രേണുസുധി ആ സമയത്തൊക്കെ എനിക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചെന്നുള്ള രീതിയിൽ രേണു ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും ഇത് ചിരിച്ചുകൊണ്ടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന പറയുമ്പോൾ എന്തു ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവന്റെ വായിലൂടെ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതിലേക്ക് വന്നിട്ടുണ്ടാവും കുറെ പോസിറ്റീവ് കമന്റ്സ്. ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്ക് അറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. എന്ത് പറയാനാണ് ഇതിനകത്ത് എന്താ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്റെ പൊന്നു രേണുക്ക, ഇതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് ഇതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പലതും എനിക്ക് പറയാനുണ്ട്, പുറത്ത് വിടാനുണ്ടെന്നുള്ള രീതിയിലൊക്കെ തന്നെ. ഇത് ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് ഇത് അടുത്തൊരു ഓഫ് കോഴ്സ് ഇതിനകത്ത് ബാക്കിയുള്ള സംഭവങ്ങൾ കിച്ചുവിനെ പറ്റിയിട്ട് പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി മുമ്പൊക്കെ സംസാരിച്ച് പോയേക്കുന്ന ഒരു സംഭവമാണ്. അതിനകത്തപ്പോൾ ആ കണ്ടന്റുകൾക്കൊന്നും ഫ്രഷ്നെസ് അത്രത്തോളം ഉണ്ടായി എന്നുള്ളത് വരത്തില്ല. പക്ഷേ ഈ ഒരു ചോദ്യം ഇതിനെ കോൺട്രവേഴ്ഷ്യൽ ആക്കുന്നത് ഇങ്ങനെ ഒരു ചോദ്യമാണ്. അതായത് ഇപ്പം സ്വന്തം മകൻ പോട്ടെ, രണ്ടാനമ്മ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ ആ ഒരു മകനുമായിട്ട് ഇത്തരത്തിലൊരു സംഭവത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരികയും ആ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്തിട്ട് ഈ രീതിയിൽ പറയുന്നത് അടുത്തൊരു വിവാദത്തിന് വേണ്ടിയിട്ട് ഇട്ടെടുത്ത്. ഇപ്പൊ ഇത് മാത്രമല്ല, ഇനിയും കൊല്ലം സുധിയുടെ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഉണ്ട്. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞില്ല, പക്ഷെ എനിക്കിന്ന് പറയണം. ഇനി ഇതിന്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും ഇതിന്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്നെ മൂടിയാലും എന്നെ ശപിച്ചാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. കുരു പൊട്ടാനാ? എനിക്ക് എന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇതാ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17 ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? എൻ്റെ പൊന്നു രേണുക്ക, നിങ്ങൾ നോക്കിയതിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് അന്ന് മുമ്പ് കിച്ചു തന്നെ വീഡിയോക്കകത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയില്ലാന്നോ? ഞാൻ അതിനൊന്നും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ നിങ്ങൾ കാരണം അവനാണെങ്കിൽ ലൈഫിലുണ്ടായിരിക്കുന്ന ഒരു ട്രോമറ്റൈസ്ഡ് ആയി പോയിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്കകത്ത് വന്നിട്ട്. എന്നിട്ട് അവനുണ്ടായിരിക്കുന്ന കുറവുകളെ പറ്റിയിട്ട് മുമ്പ് ഓൾറെഡി സംസാരിച്ചിട്ടാണ്. ആൻഡ് ഇത് പറയുമ്പോഴും ഒരു സൈഡ് ഈ രേണുസുധി ഇതുപോലെ ആ ഒരു ഇന്റർവ്യൂ എടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് മാഹിൻ മച്ചാന്റെ പോഡ്കാസ്റ്റിൽ പോയിട്ട് കിച്ചു പറഞ്ഞേക്കുന്ന അടുത്തൊരു സാധനമുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. എന്താണ് അടുത്ത വർഷം ആകുമ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം അഭിപ്രായത്തിൽ. അതാണെന്ന് ആരും ഇറക്കി വിടാൻ പോകരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോൾ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. ആ ഒരു വീട് ഋതപ്പനും കിച്ചുവിനും വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ അന്ന് ബിഷപ്പ് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ബിഷപ്പിന്റെ ഒക്കെ തന്നെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന സംഭവം എന്താണ്, കിച്ചു ഇനി ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞ പുള്ളിയുടെ ഭാഗത്തുണ്ടാകുന്ന ഇതും പിന്നെ രേണു ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ കിച്ചു ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടത്? ആ ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്നെ പുറത്ത് ഇറക്കി വിടാം എന്നുള്ളൊരു നിലയിൽ ആ ഒരു ഫീലിൽ തന്നെയാണ് കിച്ചു അവിടെ ആ ഒരു വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ രേണുക്കയുടെ കാര്യം പറയുമ്പോഴും രേണുക്കയുടെ അച്ഛൻ പെങ്ങൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇവരുടെ അടുത്ത് കിച്ചു സേഫ് ആണെന്നുണ്ടെങ്കിൽ കിച്ചുവിന് ഇങ്ങനെ മീൻസ് അങ്ങനെ ഒരു സേഫ് ഫീല് കാര്യങ്ങൾ കംഫർട്ട് സോൺ കിച്ചുവിന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും കിച്ചുവിന് അത് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം അതങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ കിച്ചുവിന് ആ ഒരു സംഭവം പറയേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ടല്ലേ കിച്ചു എപ്പോഴും കൊല്ലത്ത് പോയി നിൽക്കുന്നതും അവിടെയാണ് കിച്ചുവിൻ്റെ കംഫർട്ട് സ്പേസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആൻഡ് ഇത് പറയുമ്പോഴും കിച്ചുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രേണുക്കനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, കിച്ചുവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ് ഇതിന്റെ അടി വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്.
അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. അങ്ങനെ ഇട്ടുകൊടുത്തു എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി കിച്ചു ഇപ്പുറത്തെ പോഡ്കാസ്റ്റ് പറഞ്ഞ കാര്യം കേൾക്കാം. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ശരിക്കും ഇപ്പോൾ കിച്ചു ഞാൻ ചെയ്തതൊരു തെറ്റായിപ്പോയി, എനിക്കത് ശരിയാക്കിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന വല്ല കാര്യമല്ലുണ്ടോ? ഇപ്പൊ പറഞ്ഞില്ല, ആ വഴക്കുണ്ടായത് ഒരു ഭയങ്കരമായിട്ടൊരു അച്ഛനുമായിട്ടല്ല, അല്ലാതെ ഇപ്പം നോക്കുകയാണെങ്കിലും എല്ലാം ഈ ഇപ്പം വ്ളോഗിങ് തുടങ്ങിയത് എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എടുത്ത് ചില സമയത്ത് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ഈ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ശരിയാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു പ്രായത്തിൽ വിവാദത്തിന്റെ പുറത്ത് വിവാദത്തിലിരിക്കുന്നത്, അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മമ്മി കൂള് രണ്ടാനമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വരുന്നു, ഇപ്പുറത്തുനിന്ന് പിന്നീട് ഇവർക്ക് വീഡിയോ എടുത്ത ബിഷപ്പിന്റെ സൈഡിൽ നിന്ന് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ അലച്ചിൽ ഇതൊക്കെ ആയിട്ട് ഈ കോൺട്രവേഴ്ഷ്യൽ. ഇപ്പം നോക്കിക്കോ, ഈ ഒരു അവസ്ഥയിൽ പോലും പുള്ളിക്കാരി എന്താ ചെയ്തത്? അന്നും ഇതുപോലായിരുന്നു, കിച്ചുവിനെ വലിച്ചിട്ടേക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം ദാണ്ട് വീണ്ടും ഇങ്ങനൊരു സംഭവം ചെയ്തേക്കാണ്. ആൻഡ് കിച്ചു ചെയ്തത് എന്താണ്? വിഷമം തീരുന്നവരുടെ വിഷമമൊക്കെ തീരട്ടെ. ഇങ്ങനൊരു സാധനം പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ എന്താ കിച്ചു നീ ഇങ്ങനെ സംസാരിക്കുന്നുള്ള ചോദിക്കും. എന്നാൽ അറ്റ് ദ സെയിം ടൈം ആൾക്കാർ പലരും ചിന്തിക്കും, ഓക്കെ അവനെ അതുപോലെ അനുഭവിച്ചതുകൊണ്ടാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാ പറയാനാണ്? ണ്ടല്ലോ ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്ന അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസയുണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ല ഞാൻ പറയത്തില്ലായിരുന്നു. പൊന്നു രേണുവൊക്കെ നിങ്ങളുടെ ദണ്ണവും വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആ ഫോണിന്റെ ബ്ലോക്ക് മാറ്റിയിട്ട് വിളിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാനുള്ള കാര്യത്തിന് നിങ്ങൾ നേരെ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ വീണ്ടും ഒരു അടിത്തറ കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനെ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ഇതുപോലെ എപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണത്. ഒരു നെഗറ്റീവ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ എന്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമത്തെ 6 വിഷമം തീർക്കട്ടെ എന്ന്. 6 വിഷമം രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിന്റെ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാണ് നല്ലത്. അതിന്റെ പേരിലൊന്നും കോടതി ഒന്നും ആരും തൂക്കിക്കൊല്ലത്തില്ല. പുള്ളിക്കാരിയുടെ ഇതുപോലെ പൊളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പറയുന്നതായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ ഒരാൾ വിളിച്ചപ്പോൾ കിച്ചു അങ്ങോട്ടേക്ക് വിളിക്കുന്ന സമയത്തേക്ക് ഫോൺ കൊടുക്കാതിരുന്നതിൻ്റെ എന്തെങ്കിലും സീനുകളുണ്ടോ? പിന്നീട് ബ്ലോക്ക് ആക്കി വിട്ടോ? നിങ്ങൾ ഒരാൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ബ്ലോക്ക് മാറ്റണം. ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരാളെ വിളിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്? അതൊന്ന് ആലോചിക്കണ്ടേ? എന്നിട്ട് ഇത് വന്ന് പബ്ലിക്ക് വന്നിട്ട് പറയാം എനിക്ക് വേണ്ട, ഞാൻ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കുക. എന്നാ പിന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വന്ന് പബ്ലിക് വന്നിട്ട് ഇതുപോലെ വന്ന് പറയണത്? സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടിട്ടില്ല പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ എന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും പൈസ. ഇനി ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദമുണ്ടോ? അവൾ കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ? എനിക്ക് പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അതുണ്ട്. അത് ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്. ആരും അന്വേഷിക്കത്തെ അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ചേ. അങ്ങനെ എന്നെ പറയാ. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പോ ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിന് ഒരു ഭാവി ഉള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വീണ്ടും ആൾക്കാർക്കിടയിലോട്ട് ഈ സംശയത്തിന്റെ കുറച്ച് സംഭവങ്ങൾ, അത് അങ്ങനെയായിരിക്കുമോ, കിച്ചു ഇങ്ങനെയായിരിക്കുമോ, ഇതിന്റെ തൊട്ട് പുറകെ തന്നെ ഓരോരോ റൂമേഴ്സ് ഇവിടുന്ന് ഓരോ സാധനങ്ങൾ ഇറങ്ങും. അപ്പൊ പല ആൾക്കാരും ഇതാണെങ്കിൽ വിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പറയണ്ട. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് പറയണ്ട. അതല്ല നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പറ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് പിന്നെ ആൾക്കാർ ഓരോന്ന് വ്യാഖ്യാനിച്ചെടുത്തിട്ട് പല രീതിയിൽ കമന്റ് ബോക്സിലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലുള്ള ഇനി അടുത്ത ചർച്ചകളിലോട്ട് കാര്യങ്ങളൊക്കെ പോവുകയാണ്. ശരിക്കും എന്താണ് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് വീണ്ടും അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ള മീൻസ് ഇതാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ? ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ? അതാണോ വന്നത്? എന്നിട്ട് ഒരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. ഞാൻ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അതും മേടിച്ചിട്ടല്ലേ എന്നെ ഈ കുറ്റം പറയുന്നത്? അല്ലേ? അതും മേടിച്ചിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. അപ്പൊ ആരുടെ ഭാഗത്താ ന്യായം? എനിക്ക് അഹങ്കാരം വന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരുടെ ഭാഗത്താ ന്യായം? പുള്ളിക്കാരി ആ പറഞ്ഞതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം കിച്ചു ആണെങ്കിലും വന്ന് പുള്ളിക്കാരുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഇതിനെ പറ്റിയിട്ടൊക്കെ കണ്ടില്ല, ഇങ്ങനെ ഒരാളെ എനിക്ക് എങ്ങനെയാണ് അമ്മയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയതൊക്കെ പറഞ്ഞെങ്കിൽ പോലും
കിച്ചുവിന് ആ സമയത്തൊക്കെ പുള്ളിക്കാരി പൈസ അയച്ച് കൊടുത്തേക്കുന്നത് ഇപ്പം 10 രൂപ ആയിക്കോട്ടെ, വലിയ 2000 വലിയൊരു എമൗണ്ട് ആവണമെന്നില്ല, 10 രൂപയെങ്കിൽ 10 രൂപ. അപ്പം അത്രയ്ക്കുള്ള ഒരു ആത്മാഭിമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ 10 രൂപ പോട്ടെ, 1 രൂപയാണെങ്കിൽ പോലും വാങ്ങാൻ നിൽക്കത്തില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ മൈൻഡ് സെറ്റിൽ പോകും. എന്നിട്ടേ വന്ന് പറയുള്ളൂ ഇത് പൈസയും വാങ്ങിച്ചു എന്നിട്ട് ഇതും ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് പുള്ളിക്കാരി പറഞ്ഞതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. 3 വട്ടം വരുവയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്കന്ന് കാര്യങ്ങളൊന്നുമില്ല, പൈസ കാര്യങ്ങളില്ലാത്തപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഈ പുള്ളിയുടെ ചേട്ടൻ്റെ വൈഫ് ഇപ്പം ഉള്ള അവരുടെ വല്യമ്മ എന്ന് പറയുന്ന ആളും വല്യച്ഛനും ഇവരെനിക്ക് 500 രൂപയുള്ള കാര്യം 500 രൂപ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കാനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, തന്നിട്ട് നിന്ന പറയുന്നതല്ല, തന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു, തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നിട്ടുമില്ല. അതിന് എതിർപ്പുണ്ടായിരുന്നു അവർക്ക്? അതിന് ആദ്യമൊക്കെ ഇല്ല, എന്നോട് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോകം മുഴുവനും ക്യാൻസർ ആകും. എത്രയോ പേരെന്നെ വിളിച്ചു ചോദിച്ചു ക്യാൻസർ ആണോ, ഒരു മനുഷ്യരെ വിളിച്ചു ചോദിച്ചില്ല. മെയിൻ സ്ട്രീം മണ്ണിന് കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ചു ചോദിച്ചിരുന്നു രേണു. അപ്പം ഞാൻ പറഞ്ഞു ഞാനന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, ചേച്ചി എടുത്തത് ഫോൺ എടുത്തത്. ഇങ്ങനെ ഒരു സമയം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എത്രയും ലോകത്തുള്ള നാനാവിധത്തിലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു സത്യമാകല്ലേ രേണു, സത്യമാണോ എന്ന് വിളിച്ചു ചോദിച്ചു. വ്ളോഗേഴ്സ് ഇട്ടപ്പം തന്നെ അതുപോലും ഇവരെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഇവർ വന്ന് ഇവിടെ എൻ്റെ പരിസരം നിരീക്ഷിക്കണം, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനും അങ്ങനെ എന്നെ പറയാം. കാരണം എന്നെ വേണ്ടാത്തവരെ ഇനി എനിക്ക് വേണ്ട. ഞാൻ അതിന്റെ പേരിൽ ഇനി അഹങ്കാരി ആയിക്കോട്ടെ. അവൾ ക്യാൻസർ ഇവിടെ മെയിൻ സ്ട്രീം മണ്ണിന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് അവർ വിളിച്ചെന്നുള്ള രീതിയിൽ പറയുന്നത്. രേണുവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. കാര്യം എന്ന് വെച്ചാൽ അതിന് രേണുവൊക്കെ തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് ആ ഒരു ഇത് പറയുന്നതിന് മുന്നേ തന്നെ പല റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധിക്ക് ഇതുപോലെയാണ്, ഇന്ന ഒരു അസുഖമാണെന്നുള്ള രീതിയിൽ പറഞ്ഞ പല വീഡിയോസ് കാര്യങ്ങൾ, ഒരു റൂമേഴ്സ് പോലുള്ള രീതിയിൽ കുറേ ചർച്ചകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ മീഡിയാസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ആൾക്കാർക്ക് എന്തോ പടച്ചു വിടാത്തെന്നുള്ളത്. ചിലപ്പോൾ ആ വീട്ടുകാർ അത് കണ്ടെന്നുണ്ടായിരിക്കാം. അപ്പം രേണുസുതി അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയതായിരിക്കാം എന്നുള്ള രീതിയിൽ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ കോൺട്രവേഴ്ഷ്യലായിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പം ആ സമയത്ത് പോലും നിങ്ങൾ അതിൽ നിന്നൊന്നും മാറി നിൽക്കുക നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് കരുതിയിട്ട് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പം 24 മണിക്കൂർ ഫോൺ എടുത്ത് പിടിച്ചുകൊണ്ട് രേണുസുതി എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുക എന്നുള്ളത് നോക്കി നടക്കുന്നു എന്നുള്ളത് വന്നെന്ന് വരത്തില്ല. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകുന്ന വരത്തില്ല. അതുകൊണ്ടായിരിക്കാം അതിന് മുന്നേ അവർ സംസാരിക്കാണ്ടിരുന്നത്. കാര്യം ഓൾറെഡി നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞ കാര്യമാണ് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതില്ല. പിന്നീട് നിങ്ങൾ അങ്ങനെ വന്ന് സ്ഥിരീകരിച്ചൊരു കാര്യം പറഞ്ഞതിന് ശേഷം അല്ലേ അവർക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ഇല്ലാതെ വന്നിട്ട് ഇതുപോലെ പറയാൻ പറ്റുമോ? ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ചകളൊക്കെ ഉള്ള വീട്ടുകാരാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെറുതെ വന്ന് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഓരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നത്, എന്ത് രേണുസുതി അങ്ങനെ, എന്ത് രേണുസുതി ഇത് ഇങ്ങനെ കേട്ടല്ലോ അതെന്നൊക്കെ അവർ ചോദിച്ചു എന്നുള്ളത് വരത്തില്ല അല്ലേ. പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ ഈ ഒരു സാധനം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കിച്ചുവിനെ പേരുടെ പറയുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ പലരും ആണെങ്കിൽ കിച്ചു സൂപ്പർ കിഡിൽ എന്നുള്ള രീതിയിൽ പറയുന്ന പലരെയും കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ രണ്ടുപേരുടെ കാര്യത്തിൽ ഞാൻ ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇനി ആ ഒരു പോഡ്കാസ്റ്റിൽ കിച്ചു പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. 2 ഫേസ് ഉണ്ട് മോനെ. ഇപ്പം കിച്ചുവിനെ എനിക്ക് 2 ഫേസ് ഉണ്ട്. അത് തന്നെയാണ് കിച്ചു ആ പറഞ്ഞത് തന്നെയാണ്. ഈ ഇരിക്കുന്ന കിച്ചു അല്ല, കിച്ചുവിന് മറ്റൊരു ഫേസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ പോലത്തുള്ള സംഭവം അത് എല്ലാ ആൾക്കാർക്കും അതേപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ ഇവരുടെ ഈ ഒരു വിഷയത്തിൽ രേണുസുതിക്ക് പലതും പറയാനുണ്ട്. എന്നാൽ ഇപ്പൊ പറയുന്നില്ല. ഇത് ആലോചിച്ചിട്ടാ വേണ്ട, പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പറയണ്ട. പിന്നെ എന്തിനാണ് ഒന്ന് പറയാൻ? ഇത് ഇന്നൊരു സംശയത്തിന് ആൾക്കാരോട്ട് ഇട്ട് കൊടുക്കുന്ന എന്തിനാണ്? എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങ് പറ, ഇതാണ് സംഭവം അങ്ങ് പറ, അല്ലെ പിന്നെ പറയാണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ നീ പിന്നെയും വന്നിട്ട് ഈ അടുത്തൊരു കോൺട്രവേഴ്സി, നിങ്ങൾക്ക് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറ്റൂല. പിന്നെ ഇനി ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ചില ആൾക്കാർ പറയും എടാ അവരെന്തോ കാണിക്കട്ടെ, ഇനി നിങ്ങൾക്ക് എന്ത് മറ്റേ കാണിച്ചോട്ടെ. പബ്ലിക്കായിട്ട് ഒരു സാധനം കൊണ്ടുവിടുമ്പോഴത്തേക്ക് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ അഭിപ്രായം പറയും. പറഞ്ഞു മനസ്സിലായ? നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ഇനി ഇത് തന്നെ തുറന്നുകൊണ്ടേയിരിക്കും. താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. കേസ് ഇത് വേറൊന്നും വിചാരിക്കില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് കുറച്ച് എണ്ണങ്ങൾ ഇങ്ങനെ പട കെട്ടി ഇതുപോലെ ഇറങ്ങിയൊക്കെയാണ്. സീരിയസ്ലി അതുകൊണ്ട് എടുത്ത് പറഞ്ഞൊന്നുമില്ല. എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.